ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ബഹുഭൂരിപക്ഷം പേരും വിചാരിച്ചതുപോലെ തന്നെ ജിൻഡോയാണ് കപ്പ് നേടിയത്. തുടക്കത്തിൽ അത്ര സ്വീകാര്യനല്ലായിരുന്നെങ്കിൽ പതിയെ പതിയെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം വളർത്തിയെടുക്കാൻ സാധിച്ചതാണ് ജിൻഡോയ്ക്ക് ഗുണകരമായി മാറിയത്. ജിൻഡോ കപ്പ് നേടിയെങ്കിലും മറുവശത്ത് ജാസ്മിനായിരുന്നു വിജയം അർഹിച്ചതെന്ന വാദം ഉയർത്തുന്നവരുണ്ട്. ജാസ്മിന് കപ്പ് നൽകണമായിരുന്നു എന്ന് പറയുന്നത് കേവലം ബിഗ് ബോസ് ആരാധകർ എന്നതിന് അപ്പുറം പ്രമുഖരായ മുൻ ബിഗ് ബോസ് താരങ്ങൾ വരെയുണ്ട്. ജാസ്മിനാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് നൽകിയത്. ഷോയെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയ മത്സരാർത്ഥിയും അവളാണ് എന്ന് തുടങ്ങിയ വാദങ്ങളാണ് ജാസ്മിനെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്നത്. ജനങ്ങളുടെ വോട്ടാണ് ബിഗ് ബോസ് ഷോയിലെ വിജയിയെ നിർണ്ണയിക്കുന്നത്. അതിൽ ഒന്നാമത് ജിൻഡോയാണ്. ജാസ്മിന് മൂന്നാമത് എത്താനേ കഴിഞ്ഞുള്ളൂ. അത് അംഗീകരിക്കുകയാണ് വേണ്ടതെന്ന് മറ്റുള്ളവരും വ്യക്തമാക്കുന്നു. ഇതേ കാര്യം തന്നെയാണ് മുൻ ബിഗ് ബോസ് താരവും പ്രമുഖ സംരംഭകയുമായ ശോഭ വിശ്വനാഥും അഭിപ്രായപ്പെടുന്നത്. ജിൻഡോ കപ്പ് നേടിയതിൽ എനിക്കും സന്തോഷമുണ്ട്. നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് നേരിട്ട് അദ്ദേഹത്തെ പരിചയമില്ല. പക്ഷേ പുറത്തിറങ്ങിയതിനു ശേഷം വിളിച്ച് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. പ്രേക്ഷകരാണ് ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ജാസ്മിനും ജിൻഡോയും കപ്പ് നേടാൻ അർഹരായിരുന്നു. രണ്ടുപേരും കണ്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ജിൻഡോയാണ്. അതുകൊണ്ട് അദ്ദേഹം വിജയിച്ചെന്നും ശോഭ വിശ്വനാഥ് വ്യക്തമാക്കി. PR വർക്ക് കാരണം ഒരുപാട് സ്ത്രീകളെയും പുരുഷന്മാരെയും ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സത്യം കള്ളമാക്കാനും കള്ളം സത്യമാക്കാനും PRനെ ഒരുപാട് ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം വിശ്വസിക്കണോ വേണ്ടയോ എന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളാണ് തിരിച്ചറിയേണ്ടത്. ഞാനാണ് ജാൻമണിയെ ഷോയിലേക്ക് കൊണ്ടുവന്നതെന്ന് കേട്ടു. സത്യത്തിൽ ഞാനൊരു വലിയ ലിസ്റ്റാണ് കൊടുത്തിരുന്നത്. ഞാൻ ഇറങ്ങിയപ്പോൾ മുതൽ തന്നെ ജാൻമണി കയറണമെന്ന ആഗ്രഹം പറയുന്നുണ്ടായിരുന്നു. അല്ലാതെ തന്നെ 10-12ഓളം പേരെ നിർദ്ദേശിച്ചിരുന്നു. അതിൽ കുറേ ആളുകളെ ഓഡിഷനായി വിളിച്ചു. അവസരം കിട്ടിയത് ജാൻമണിക്ക് മാത്രമായിരുന്നു. അത് അവളുടെ കഴിവാണ്. മറ്റുള്ളവരെ അടുത്ത സീസണിൽ പരിഗണിക്കുമായിരിക്കും. ബാക്കിയൊന്നും അറിയില്ല. നമുക്ക് ഒരു നല്ല അവസരം കിട്ടുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളെയും സപ്പോർട്ട് ചെയ്യില്ലേ? അതാണ് ഞാനും ചെയ്തിട്ടുള്ളൂ. ബിഗ് ബോസിൻ്റെ ആളുകൾ ഓരോ മത്സരാർത്ഥിയോടും ഇത്തരമൊരു ലിസ്റ്റ് ചോദിക്കുകയും എല്ലാവരും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടയാളുടെ പേരുകൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടാകും. അതിൽ മികച്ച കഴിവുള്ളവരെ ബിഗ് ബോസ് തിരഞ്ഞെടുക്കുന്നു. അത്രയേ ഉള്ളൂവെന്നും ബിഗ് ബോസ് മലയാളം സീസൺ 5-ൽ താരം പറയുന്നു. ജിൻഡോ ജയിച്ചത് സിമ്പതി വോട്ട് കൊണ്ടാണെന്നൊന്നും തോന്നുന്നില്ല. പുള്ളിക്കാരൻ ടാസ്കുകളൊക്കെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ പുള്ളിയുടെ വിജയം.